നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സന്ധ്യ രഘുകുമാർ. വീണ്ടും ഒരു മഴ മുന്നറിയിപ്പുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒരു മഴയുടെ പ്രഹരത്തെ നമ്മൾ അതിജീവിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും ശാന്തമായിട്ടില്ല അന്തരീക്ഷം. ഒരുപാട് ആളുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ്. വെള്ളക്കെട്ടുകളും അതുപോലെ മറ്റ് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് വീണ്ടും നമുക്ക് ഒരു മഴ മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ അതിശക്തമായ മഴ അല്ലെങ്കിൽ കൂടി ചെറിയ തോതിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ 22, 23 തീയതികളിൽ ശക്തമായതോ ചെറുതായതോ ആയ മഴ പെയ്യാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ കേന്ദ്രങ്ങളെല്ലാം തന്നെ വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും. വേണ്ടുന്ന പ്രിക്കോഷനുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയും വീണ്ടും ഒരു പ്രളയത്തിലേക്ക് കടന്നു പോകാത്തക്ക രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും, അതുപോലെ തന്നെ നമ്മൾക്ക് ആപത്തുകളും അപകടങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഗവൺമെന്റ് നമുക്ക് തരുന്നതായിരിക്കും. അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും ഭക്ഷണത്തിനോ അതുപോലെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലെയുള്ള പല സംഘടനകളും നിങ്ങൾക്കായി സഹായത്തിന് മുന്നിലുണ്ട്. അവരെ ബന്ധപ്പെടാവുന്നതാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പ്രളയകാലം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. സോ എല്ലാവരും നമ്മൾക്ക് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ അനുസരിക്കുക. ആവശ്യമില്ലാതെ യാത്രകളൊക്കെ ഒഴിവാക്കുക. വർക്ക് അറ്റ് ഹോം ഒക്കെ ആണെങ്കിൽ വീടുകളിൽ തന്നെ ഇരിക്കുക. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളക്കെട്ടുകളിലേക്കൊന്നും ഇറങ്ങാതിരിക്കുക. ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാൽ തന്നെയും ആപത്തുകളിലേക്ക് നമ്മൾ ആരും എടുത്തു ചാടാതിരിക്കാൻ പറ്റും. നമ്മൾക്ക് സ്വസ്ഥമായും സുരക്ഷിതമായും ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഗവൺമെന്റ് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. ഈ ഒരു മഴക്കാലവും നമ്മൾ അതിജീവിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.